ഒന്ന് സീരിയസ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് 1 ഇയർ എന്താ ഖത്തറിലും 1 ഇയർ ജർമ്മനിയിലോ മറ്റു യൂറോപ്യൻ കൺട്രിയിലും വെച്ചിട്ടൊക്കെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അല്ലാത്ത മറ്റു പ്രോഗ്രാമുകളിലെല്ലാം ആർട്സ്, സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസും എക്കണോമിക്സിലൊക്കെ നമുക്ക് എന്താ പറയാ ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല. അപ്പം ഈ വർഷം കുറച്ച് സ്റ്റുഡൻസ് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം പ്രോഗ്രാമാണ് മാസ്റ്റേഴ്സ് ആയിട്ടുള്ളത്. അവിടെ PhD പ്രോഗ്രാം 8 പ്രോഗ്രാമാണ് നിലവിലുള്ളത്. ഹിസ്റ്ററി, മീഡിയ സ്റ്റഡീസ്, ക്രിട്ടിക്കൽ സെക്യൂരിറ്റി സ്റ്റഡീസ്, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസ്, ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് അറബിക് ലെക്സിക്കോഗ്രഫി, സോഷ്യോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡെവലപ്മെന്റ് എക്കണോമിക്സ്. ഇത്തരം 8ഓളം പ്രോഗ്രാമാണ് ഇപ്പൊ നിലവിൽ അവിടെ ഉള്ളത്. ഇപ്പൊ ഞാൻ 2 ദിവസം മുമ്പ് സൈറ്റ് നോക്കിയ സമയത്ത് PDF അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് ഏതാണ് അതിന്റെ ഏരിയ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ഇൻഷാല്ലാ ഷെയർ ചെയ്യാം. PDF റിസർച്ച് ഗ്രാന്റ്, റിസർച്ച് ഗ്രാന്റ് PDF ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അതായത് ചില സമയത്ത് നീഡ് ബേസ് ചെയ്തിട്ടാണ് അവർ ഓപ്പൺ ആക്കാറ്. ഇത് ഏത് മേഖലയിലാണെന്ന് അറിയില്ല. പൊതുവെ അത് ഉണ്ടാവാറ് പൊളിറ്റിക്സും അതുപോലെ തന്നെ ഈ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് പോലത്തതിലാണ് പൊതുവെ ഉണ്ടാവാറ്. അപ്പൊ ഏതായാലും ഇതിന് കൂടെ തന്നെ ലാംഗ്വേജ് സെന്റർ എന്നാണ് അറബിക് ലാംഗ്വേജ് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു അവസരം നിലയ്ക്ക് ഒരു 3 മാസം സെമസ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. 3 മാസ പ്രോഗ്രാം. പക്ഷേ ഇതിൽ മറ്റുള്ള പ്രോഗ്രാമിനെ പോലെ സ്റ്റേപ്പിന്റെ കാര്യങ്ങളൊന്നും ഇല്ല. അക്കോമഡേഷൻ ക്യാമ്പസ് നൽകുന്നതാണ്, ഇതിന് വിസയൊക്കെ. പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ലാംഗ്വേജ് പ്രോഗ്രാമാണ് ക്യാമ്പസ് കൊടുക്കുന്നത് 3 മാസം. അത് വളരെ അക്കാഡമിക് അറബിക് പ്രസന്റേഷൻ, റൈറ്റിംഗ്, സ്പീക്കിംഗ് ഒക്കെ നമ്മുടെ ആ മേഖലയിലേക്ക് നമ്മൾ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ്. പിന്നെ അതെ, പിന്നെ ഇതിന്റെ അഡ്മിഷൻ കാര്യങ്ങൾ ഇപ്പൊ നിലവിൽ അഡ്മിഷന്റെ സമയമാണ്. ഇപ്പോൾ ഇത് സെപ്റ്റംബർ മാസം മുതൽ ജനുവരി 15 വരെ ഇതിന്റെ സമയം. അപ്പം ഇപ്പോൾ നിലവിൽ ഇപ്പോഴും സമയം അപ്ലൈ ചെയ്യേണ്ട സമയം തന്നെയാണ്. അപ്പൊ ഇതിന് കാര്യമായിട്ട് വേണ്ടത് ഒന്ന് CV, മറ്റൊന്ന് അക്കാഡമിക് എസ്. ഗവൺമെന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ ഫീ ഇല്ല. അതുകൊണ്ട് തന്നെ അവർ കുറച്ച് റിക്വയർമെന്റ്സ് കൂടുതലാണ്. അതിൽ പെട്ടെന്ന് അക്കാഡമിക് എസ് സൈറ്റിൽ പോയാൽ അതിലൊരു അടിയിൽ തന്നെ ഒരു ലിങ്ക് കാണാം, PDF എത്തുന്നു. അതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്, അത് കാര്യമായിട്ട് സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസിലാണ് കാര്യമായിട്ട് ഈ അക്കാഡമിക് ചെയ്താറുള്ളത്. അപ്പൊ അതില് അവര് ചില ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ ഉത്തരമായിട്ടാണ് ഈ അക്കാഡമിക് എസ് ചെയ്തത്. അത് അല്ലാതെ കൂടേണ്ട, അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ചില പ്രോഗ്രാമിൽ 700 വേർഡ് മതി, ചിലത് 1000 വേർഡിനുള്ളിലാവണം എന്നൊക്കെയാണ്. അപ്പൊ ഇതിന് അവര് ഇംഗ്ലീഷിലാണ് അറബിയിലാണ് ഇതിന് ചിലപ്പോൾ 2 എഴുതാം, ചില അറബിയിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഓരോ ഡിപ്പാർട്ട്മെന്റുകൾക്ക് അനുസരിച്ച് അതിൽ നിയമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അക്കാഡമിക് എസ് വേണം. മറ്റൊന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, SOP എന്ന് പറയും. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, അതുപോലെ തന്നെ പിന്നെ 2 റെഫറൻസ് ലെറ്റർ, പിന്നെ BA നമ്മുടെ ഡിഗ്രി മാർക്ക് 3.0, CGPA 3.0 വേണം. കാരണം നമ്മളെ നാട്ടിലേക്ക് അവർ പൊതുവെ അറബിയിലേക്ക് നോക്കുമ്പോൾ അവരുടെ അടുത്ത് സെക്കൻഡ് കാറ്റഗറിയാണ്. നമ്മുടെ നാട്ടിൽ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 60% മുകളിലുള്ള. അപ്പം 60% മുകളിലുള്ള ഡിഗ്രി മാർക്കുള്ള സ്റ്റുഡൻസിനൊക്കെ ഈ ക്യാമ്പസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ സ്കോളർഷിപ്പ് 2 ടൈപ്പ് സ്കോളർഷിപ്പ് ആണ്. തെമീം, സെനദ്. 2 തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. തെമീം എന്നുള്ളത് മെറിറ്റ് ബേസിൽ കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പാണ്. അത് സെനദിനേക്കാൾ ഒരു 200 റിയാല് ഒരു വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പൊ അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഒരു സ്റ്റുഡന്റ് മെറിറ്റ് ബേസ് ചെയ്തേക്കാണ് തെമീം എന്നുള്ള ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. പക്ഷെ ആ കുട്ടി ആ വർഷം മൊത്തത്തിൽ 2 സെമസ്റ്ററിലും ഈ പറഞ്ഞ മാർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ആ കുട്ടി നേരെ സെനത്തിലേക്ക് താഴും. അതായത് 3.75 മാർക്ക് 2 സെമസ്റ്ററിൽ കൂടി വേണം. അങ്ങനെയാണ്. ഇപ്പൊ സെനത്തിലുള്ള കുട്ടിക്ക് ചിലപ്പോൾ 3.75 2 മാർക്കുണ്ടെങ്കിൽ 2 സെമസ്റ്ററിലുണ്ടെങ്കിൽ ആ കുട്ടി തെമീമിലേക്ക് ആ 200 റിയാൽ എക്സ്ട്രാ കിട്ടുന്ന രീതിയിൽ ആ കുട്ടി മുകളിലേക്ക് കയറും. പിന്നെ മറ്റൊന്ന് ഫ്ലൈ ടിക്കറ്റ് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ 2-3 വർഷമായിട്ട് അവരത് ഫ്ലൈ ടിക്കറ്റ് കവർ ചെയ്യുന്നില്ല. അത് നമ്മൾ നോക്കേണ്ടി വരും. നേരെ മറിച്ച് പിന്നെ സ്റ്റുഡന്റ് വിസ, മെഡിക്കൽ ഇൻഷുറൻസ്, മന്ത്ലി സ്റ്റൈപ്പൻഡ്, അക്കോമഡേഷൻ, ഇത്തരം കാര്യങ്ങളാണ് ക്യാമ്പസ് ഓഫർ ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ഒരു നട്ട്ഷെൽ നെ കുറിച്ചിട്ട് പറയാനുള്ളത്. പിന്നെ അടുത്തത് അഹമ്മദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയാണ് നേരത്തെ പറഞ്ഞത്. ഇതിനെ കുറിച്ച് ഒന്നുകൂടി ഡീറ്റെയിൽ പിന്നെ ശേഷം പറയാം. ഇത് കുറച്ചുകൂടി കാര്യം പറയാനുണ്ട്. ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ള എല്ലാത്തിനെയും ഒന്ന് ഷോർട്ടാക്കി ഞാൻ വേറെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ഓടി പോകാമെന്ന് വിചാരിക്കും. ഇതിൽ ഞാൻ ഇവിടെയും ഇതുപോലെ തന്നെ മാസ്റ്റർ പ്രോഗ്രാമും ഇതുപോലെ തന്നെ PhD പ്രോഗ്രാമൊക്കെ കാര്യമായിട്ടുണ്ട്. ഇതില് ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്ലോബൽ ഹെൽത്ത് പോളിസി, അതുപോലെ തന്നെ സയൻസ് ആൻഡ് സസ്റ്റൈനബിൾ എനർജി പോലത്തത്, ട്രാൻസ്ലേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാം, പബ്ലിക് പോളിസി ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള പ്രോഗ്രാം ഉണ്ട്, സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ
പിന്നെ LLM പോലത്തെ LLM, അതുപോലെ തന്നെ LLMന്റെ ഈ ഡോക്ടറിന് മുമ്പായിട്ട് ഒരു ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് LL ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഈ മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പം ഇത് ഞാൻ ഓരോന്ന് വായിക്കണില്ല, ഇതൊക്കെ ഓരോ ഏരിയകളിൽ ഞാനിത് എന്താ പറയാ ഒരുപാട് സയൻസ് ആയിട്ടും അല്ലാതെയും ന്യൂറോ സയൻസും എല്ലാ പ്രോഗ്രാമും അടങ്ങിയിട്ടുണ്ട് എന്ന് ഈ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില പ്രോഗ്രാമുകൾ എല്ലാത്തിനും ചില പ്രോഗ്രാം മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതിൽ ഇസ്ലാമിക് സ്റ്റഡീസ് പെട്ടത് ചിലത് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, എത്തിക്സ് പോലത്തതും സൈക്കോളജി പോലത്തതും ഒക്കെ. കമ്പാരിറ്റീവ് എഡ്യൂക്കേഷൻ പുതിയ പ്രോഗ്രാമാണ്. എഡ്യൂക്കേഷനായിട്ട് താല്പര്യമുള്ളവർക്ക് കമ്പാരിറ്റീവ് എഡ്യൂക്കേഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അത് ഈ വർഷം അവർ ഇന്റർനാഷണൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷം സ്റ്റാർട്ട് ചെയ്താണ്. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ പൊതുവെ നാട്ടില് വെറും ട്രാൻസ്ലേഷൻ ഉള്ളതല്ല, അത് ഈ സ്പോണ്ടാനിയസ് ട്രാൻസ്ലേഷൻ, ഈ കോർട്ടിലൊക്കെയുള്ള ട്രാൻസ്ലേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സെമിനാറുകൾ നടക്കുമ്പോൾ ഓൺ ദി സ്പോട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടത്. അത്തരം പ്രോഗ്രാമുകൾക്ക് വേണ്ടിയിട്ട് അവർ ഇവിടെ ഓഡിയോ വിഷ്വൽ ട്രാൻസ്ലേഷൻ അവർ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു പ്രോഗ്രാമാണ്. ട്രാൻസ്ലേഷൻ ഏരിയയിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉള്ള ചിലപ്പോൾ അവർ, കാരണം അത് കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത്ര ആളുകളൊക്കെ അതിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. അപ്പൊ ഞാൻ ചുരുക്കി പറഞ്ഞ സയൻസ് റിലേറ്റഡും എല്ലാ റിലേറ്റഡ് പ്രോഗ്രാമുകളും ലോജിസ്റ്റിക് റിലേറ്റഡ് പ്രോഗ്രാമൊക്കെ ഇതിലുണ്ട്. ഞാൻ അത് ചില പ്രോഗ്രാം മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. പിന്നെ മറ്റൊന്ന് ഞാൻ പറയാൻ കാരണം, ഇത് നിങ്ങൾ ട്രെയിനേഴ്സ് നിങ്ങളൊന്ന് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ ഒന്ന് കയറി നോക്കണ വളരെ നന്നായിരിക്കും. പിന്നെ ഇവിടെ PhD പ്രോഗ്രാമായിട്ട് കാര്യമായിട്ടുള്ളത് ഇസ്ലാമിക് ഫൈനാൻസ് ആൻഡ് എക്കണോമിക്സ്, ഇസ്ലാമിക് സ്റ്റഡീസ്, ജുറിഡിക്കൽ സയൻസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. പിന്നെ മറ്റൊന്ന് സസ്റ്റൈനബിൾ എനർജി, ബയോളജിക്കൽ ആൻഡ് ബയോമെഡിക്കൽ സയൻസ്, ഇതിനൊക്കെ മാസ്റ്റേഴ്സും ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫിലോസഫി, ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ്. പിന്നെ മറ്റൊന്ന് PhD കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇത്തരം പ്രോഗ്രാമിനെ ഇപ്പൊ PhD ആയിട്ടുള്ളത്. അപ്പോ ഇതിൽ തന്നെ എന്താ പറയാ, എനിക്ക് തോന്നുന്നു ഇതില് ന്യൂറോ സയൻസ് അല്ലെങ്കിൽ വേറെ ഒരു പ്രോഗ്രാം കൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട് PhDക്ക്. ഞാനത് സൈറ്റിൽ നോക്കണം, ഏത് പ്രോഗ്രാം കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ നമ്മളൊന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാം. അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഇതില് യൂണിവേഴ്സിറ്റിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ര കൂടുതൽ നിയമങ്ങൾ ക്രൈറ്റീരിയയിലില്ല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അഹമ്മദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റി ഇപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. അത് ഫെബ്രുവരി 2 വരെ സമയമാണ്. സെപ്റ്റംബർ മുതൽ ഫെബ്രുവരി 2 വരെ അതും ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലുള്ള സമയം. പക്ഷെ ഇവിടെ വെറും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ 3.0 CGPA 3.0 വേണം. നമ്മുടെ നാട്ടിൽ ഏകദേശം 75% മാർക്ക് വേണം ഡിഗ്രിക്ക്. അതിൽ അവർക്ക് ഒരു കോംപ്രമൈസ് ഇല്ല. അവർക്ക് നമ്മളെ ഗവൺമെന്റ് പോലത്തെ ആ ഒരു ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ലെവലിലല്ല നിൽക്കുന്നത്. 3.0 ഉണ്ടോ എന്നതാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ മറ്റൊന്ന് ഇവിടെ SOP പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇവിടെ അക്കാഡമിക് കേസ് ചെയ്തേണ്ട ആവശ്യമില്ല. കാര്യമായിട്ട് നമ്മളെ ഈ ഡിഗ്രി മാർക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ SOP സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, പിന്നെ നമ്മുടെ മറ്റു സാധാരണ കൊടുക്കുന്ന ഡീറ്റെയിൽസ്, അഡ്രസ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ. ക്യാമ്പസ് റൗണ്ട് ട്രിപ്പ് എയർ ടിക്കറ്റ്, ഫ്ലൈ ടിക്കറ്റ് അവർ എടുക്കുന്നുണ്ട്. പിന്നെ മാസം സ്റ്റൈപ്പൻഡ് ഉണ്ട്. അക്കോമഡേഷന്റെ ഈ വിഷയത്തിൽ അവരിപ്പോൾ ചെയ്യണത് അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ കഴിഞ്ഞ വർഷം അവർ ചെയ്യണത് എന്താന്ന് വെച്ചാൽ മാസം കുറച്ച് എമൗണ്ട്, ഒരു 7000 റിയാല്, ഏകദേശം ഒരു 1 ലക്ഷത്തിനടുത്തൊക്കെ ചെല്ലുമ്പോൾ നാളത്തെ ആ ഒരു പൈസ നമുക്ക് തരും മാസം. നമ്മള് പിന്നെ അതിൽ നിന്ന് നമുക്ക് റൂമെന്നൊക്കെയുള്ള നമ്മൾ ക്യാമ്പസിൽ റൂം എടുക്കുകയാണെങ്കിൽ റൂം അവര് നമ്മൾ ആദ്യം അപ്ലൈ ചെയ്യണ അവർ റെഡിയാക്കി തരും. നമ്മൾ സെലക്ട് ചെയ്യലാണ് ഏത് ടൈപ്പ് റൂമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. പേഴ്സണായിട്ടുള്ള റൂമുണ്ട്, അല്ലെങ്കിൽ 2 ആൾക്കാരുള്ള 4 കൂടിയിട്ടുള്ള റൂം അങ്ങനൊക്കെ ഉണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അതിനൊരു വാടക ഉണ്ടാവും. അപ്പൊ ആ വാടക നമ്മൾ കൊടുക്കേണ്ടി വരും മാസം. ഇപ്പൊ ചില സ്റ്റുഡൻസ് അത് അതിന്റെ ക്യാമ്പസിന്റെ അടുത്ത് തന്നെ നമ്മൾ സാധാരണ മലയാളികൾ താമസിക്കുന്ന സിംഗിൾ റൂമുകളുണ്ട്. അപ്പൊ അവിടേക്ക് മാറിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മലയാളികൾ 3-4 ആളുകൾ ഉണ്ടെങ്കിൽ ഒന്നിച്ച് നല്ല റൂം എടുക്കുന്നതായിരിക്കും ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. ഈ 2-3 മാസമായിട്ട് അവർ അങ്ങനെ അവരുടെ ഇത്തരം സ്കോളർഷിപ്പ് കൊടുക്കുന്നതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് അറിയാൻ കഴിഞ്ഞാൽ അവരത് ഇത്തരം ആർട്സ് പ്രോഗ്രാംസ് ഒന്ന് സൈഡാക്കിയിട്ട് സയൻസ് പ്രോഗ്രാമിൽ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ അതിലേക്കാണ് അവർ കാര്യമായിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് എത്രത്തോളം അത് ശരിയാണെന്നുള്ള അറിയില്ല. അങ്ങനെ സ്റ്റുഡൻസിന്റെ അടുത്ത് നമുക്ക് കേൾക്കുന്നത്. അപ്പം ഇതാണ് കാര്യമായിട്ട് അഹമ്മദ് ബിൻ ഖലീഫ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റൊന്ന് ഖത്തർ യൂണിവേഴ്സിറ്റിയാണ്. ഖത്തർ യൂണിവേഴ്സിറ്റി കാര്യമായിട്ട് ഡിഗ്രി പ്രോഗ്രാം ഒരുപാട് അവർ കൊടുക്കുന്നുണ്ട്. ഞാൻ ശേഷം പറയാം. ഇവിടെ
മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് കാര്യമായിട്ട് ഗൾഫ് സ്റ്റഡീസിന് മാത്രമേ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ ഗൾഫ് സ്റ്റഡീസിന് PhD ഉണ്ട്. പക്ഷെ അത് ഖത്തറിന്റെ 2030 വിഷൻ 2030 ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രപ്പോസൽ ആയിരിക്കണം നമ്മളുള്ളത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ലെവലിൽ റിസർച്ച് ചെയ്യാൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ അവരവിടെ സെലക്ഷൻ എടുക്കുള്ളൂ. അപ്പൊ അതിന്റെ കാര്യമായിട്ട് ഞങ്ങളുടെ കൊടുത്ത പോലെ തന്നെ എന്താ പറയാ, നമ്മുടെ ഡിഗ്രി മാർക്കുകളും അതുപോലെ തന്നെ അതിൽ തന്നെ 3.0 വേണം, IELTS വേണം. നമ്മുടെ അടുത്ത് പറയാൻ പറ്റുമ്പോൾ IELTS മസ്റ്റ് ആണ്. 5.6 ആണ് കാര്യമായിട്ട് അവർ പറയുന്നത്. അപ്പം ഒന്നെങ്കിൽ IELTS വേണം, അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രി പഠിച്ചത് ഇവിടെ ഡിഗ്രി ചെയ്തത് ഇംഗ്ലീഷിലായിരുന്നു എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നുണ്ട്. അത് വെച്ചാലും മതി. അതില്ലെങ്കിൽ IELTS അല്ലെങ്കിൽ TOEFL. സ്റ്റുഡന്റിലാണെങ്കിൽ ഇപ്പൊ അവർ ഈ വർഷം ഡുവലിംഗോ അവര് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതും നോക്കാവുന്നതാണ്. ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ HBKയിലൊന്നും അഹമ്മദ് ഖലീഫ യൂണിവേഴ്സിറ്റി അവരത് ചെയ്തിട്ടില്ല, ഡുവലിംഗോ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ IELTS അല്ലെങ്കിൽ TOEFL നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ ഖത്തർ യൂണിവേഴ്സിറ്റി നേരത്തെ പറയുമ്പോൾ തന്നെ ANS അറബിക് ലാംഗ്വേജ് ഫോർ നോൺ നേറ്റീവ് സ്പീക്കേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, 1 ഇയറിന്റെ പ്രോഗ്രാമാണ്. അത് സ്റ്റുഡന്റ് ആയിരുന്നു 3 മാസമാണ്. അതേപോലെ ഇവരിവിടെ 1 ഇയർ പ്രോഗ്രാം നടത്തുന്നുണ്ട്. പക്ഷേ ഇത് സ്റ്റുഡൻസിന്റെ ലെവലിനനുസരിച്ചാണ് ഈ പ്രോഗ്രാം വെച്ചിട്ടുള്ളത്. കാരണം അതിൽ ബിഗിനറും ഇന്റർമീഡിയറ്റ് അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആണ് 3 ടൈപ്പ് പ്രോഗ്രാമുകളായിട്ട് തന്നെ അവർ വെക്കുന്നുണ്ട്. അത് കേരളത്തിൽ നിലവിൽ നമ്മളെ ഫറൂഖ് കോളേജ് അതുപോലെ തന്നെ റൂത്ത്, പിന്നെ കേരള യൂണിവേഴ്സിറ്റി, ഇവിടുത്തെ ഈ പിന്നെ ശാന്തപുരം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇവിടെയുള്ള സ്റ്റുഡൻസ് കാര്യമായിട്ട് എല്ലാ വർഷവും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമ്പസിന് ഓൾറെഡി ഇവരുമായിട്ട് ഒരു ടൈപ്പ് ഉള്ളതുകൊണ്ട് അവർ കേരളത്തിൽ നിന്ന് മറ്റു സ്റ്റുഡൻസുകൾ എടുക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കാരണം അവർ കേരളത്തിൽ വേണ്ട സ്റ്റുഡൻസിന് സ്വാഭാവികം ഈ തരം യൂണിവേഴ്സിറ്റികളും ക്യാമ്പസുകളും ഓൾറെഡി അവർ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ തന്നെ ഖത്തർ യൂണിവേഴ്സിറ്റി അണ്ടർഗ്രാജുവേറ്റ് പ്രോഗ്രാം ഞാൻ കാര്യമായിട്ട് അതിന്റെ ഏതൊക്കെ കോളേജുകളാണ് ഉള്ളതെന്നുള്ളത് മാത്രമേ അവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ. അതിൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ഉണ്ട്, ബിസിനസ് എക്കണോമിക്സ്, പിന്നെ ഡെന്റൽ മെഡിസിൻ 6 വർഷത്തെ പ്രോഗ്രാമാണ് ഡിഗ്രി. പിന്നെ എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗിൽ ആർക്കിടെക്ചർ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ എന്ന പ്രോഗ്രാം 5 വർഷമാണ്. മക്കളൊക്കെ 4 വർഷത്തെ പ്രോഗ്രാമാണ്. അറിയല്ലോ, ഡിഗ്രി അണ്ടർ ഗ്രാജുവേറ്റ് UG കാര്യമായിട്ട് 4 വർഷമാണ് ഖത്തർ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഉള്ളത്. പിന്നെ അതിൽ ഹെൽത്ത് സയൻസിൽ ന്യൂട്രീഷൻ സയൻസ് 4.5 വർഷമാണ്. ഇതൊന്നും അവസാനത്തെ 6 വർഷം അത് ഫീൽഡ് സ്റ്റഡി റിലേറ്റഡ് പോലത്തെ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത് തോന്നുന്നു. പിന്നെ മറ്റൊന്ന് ലോ, പിന്നെ മെഡിസിൻ 6 വർഷമാണ്. നഴ്സിംഗ്, ഫാർമസി 5 വർഷമാണ്. പിന്നെ ശരിയൻ ഇസ്ലാമിക് സ്റ്റഡീസ്, സ്പോർട്സ് സയൻസസ്, ഇത്തരം പ്രോഗ്രാമുകളാണ് കാര്യമായിട്ട് UG പ്രോഗ്രാമായിട്ട് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഓരോ പ്രോഗ്രാമിനനുസരിച്ചാണ് ഇവിടുത്തെ സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. ചില പ്രോഗ്രാമുകൾക്ക് അവര് കൂടുതലൊന്നും വേണ്ട, നമ്മുടെ സ്റ്റുഡന്റിന്റെ മാർക്ക് മാത്രം ബേസിൽ അവർ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ടാവും. പൊതുവെ അവിടെ UG ഇങ്ങനത്തെ തരം പ്രോഗ്രാമുകൾക്ക് അവര് ഫ്ലൈറ്റ് ടിക്കറ്റും പിന്നെ അക്കോമഡേഷനും ഫുഡും എല്ലാം മാസം സ്റ്റേപ്പിന് 500 റിയാൽ വരെ അവർ കൊടുക്കും. ഈ 500 റിയാൽ എന്നുള്ളത് പിന്നെ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പ്രോഗ്രാമിനനുസരിച്ച് ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിന് കാര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ് ഒന്ന് നമ്മുടെ ഹൈസ്കൂൾ ട്രാൻസ്ക്രിപ്റ്റ് ആണ് വേണ്ടത്. അത് അതുപോലെ തന്നെ സർട്ടിഫൈഡ് ആയിരിക്കണം എന്നുള്ളതാണ്. അവിടുന്ന് പിന്നെ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ എത്തിച്ചിരിക്കണം. ഇത് അതിന്റെ സമയം ഡെഡ്ലൈൻ കഴിയുന്നതിന് മുമ്പ്. അപ്പൊ അത് നിലവിലിപ്പം പൊതുവെ നമ്മുടെ ഈ ഡിസംബർ ലാസ്റ്റ് മുതൽ ജനുവരി മെയ് വരെ സമയമുണ്ട് അതിൽ അവർ അടുത്ത വർഷത്തേക്കുള്ള അപ്ലൈ ചെയ്യുന്നു. മെയ് അല്ലെ ഫെബ്രുവരി. അപ്പോ അവരെ ഓപ്പൺ ആക്കിയായിട്ട് കണ്ടിട്ടില്ല സൈറ്റില്. വളരെ പെട്ടെന്ന് അവർ ഓപ്പൺ ആക്കാൻ സാധ്യതയാണ്. അടുത്ത വർഷത്തേക്കുള്ള ഓഗസ്റ്റിന് അവിടുത്തെ ഖത്തറിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും സ്റ്റാർട്ട് ഉണ്ടായി. മെയിൻ സെമസ്റ്റർ സ്റ്റാർട്ടിങ്. അപ്പോ അതിലേക്കുള്ള സമയം അവർ ഡിസംബർ ലാസ്റ്റാണ് പൊതുവെ ഓപ്പൺ ആക്കാറ്. അത് ഇതുവരെ ഓപ്പൺ ആയിട്ട് കണ്ടിട്ടില്ല. അപ്പം ആ സമയത്ത് ആകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യാം. സ്കൂൾ ട്രാൻസ്ക്രിപ്റ്റ് കൂടുതൽ മാർക്ക്, എത്രത്തോളം കൂടുതൽ മാർക്കുണ്ടോ അവർക്ക് കൂടുതൽ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പാസ്പോർട്ട് കോപ്പി, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, IELTS വേണം, TOEFL. അത് സയൻസ് റിലേറ്റഡ് പ്രോഗ്രാം ആണെങ്കിൽ SAT ആയിരിക്കും വളരെ മെച്ചമാവുക, മെഡിസിൻ പോലത്തെ പ്രോഗ്രാമൊക്കെ. മറ്റൊന്ന് ഇതിൽ കാര്യമായിട്ട് നമ്മുടെ നാട്ടിൽ മെഡിക്കൽ അല്ലെങ്കിൽ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൾറെഡി സെറ്റ് ആക്കിയിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. പിന്നെ ഇവിടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് 200 ഖത്തർ റിയാലുണ്ട്. പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ അപ്ലിക്കേഷൻ ഫീ വെച്ചിട്ടുണ്ട്. 2-3 വർഷമായിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. 250 റിയാൽ, നാട്ടിലേക്ക് ഏകദേശം 7,000 രൂപ അടുത്തുണ്ടാവും.
പിന്നെ ഇതില് ഇവിടെ നമ്മൾ സ്കോളർഷിപ്പ്, നമുക്ക് സ്കോളർഷിപ്പ് വേണമെങ്കിൽ നമ്മൾ സ്കോളർഷിപ്പിനോട് വേറെ ലിങ്ക് സൈറ്റിൽ പോയാൽ തന്നെ കാണാൻ സാധിക്കും. അത് നമ്മൾ വേറെ തന്നെ അപ്ലൈ ചെയ്യണം. പിന്നെ ഇതില് നമ്മളിപ്പം അവിടെ സ്കോളർഷിപ്പ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ വിസ മാത്രം ആവശ്യമുണ്ടെങ്കിൽ വിസ, സ്റ്റുഡന്റ് വിസക്ക് വേണ്ടിയിട്ട് അതിന് വേറെ ലിങ്ക് ഉണ്ട്, അത് മുഖേന നമ്മൾ അപ്ലൈ ചെയ്യണം. പിന്നെ ഇവിടെ ഞാൻ അത് പറഞ്ഞല്ലോ, ഓരോ വർഷം മെയിൻ ഇൻടേക്ക് ആയിട്ട് ഡിസംബർ ആണ്, ഫാൾ ഇൻടേക്ക് ഉണ്ടാവുക. സ്പ്രിംഗ് ഇൻടേക്ക് പറഞ്ഞാൽ കാര്യമായിട്ട് മൊത്തത്തില് എന്താ ഡിസംബറിൽ എടുക്കുന്ന പോലെയുള്ള സ്റ്റുഡൻസിനെ അവർ എടുക്കും. കാര്യമായിട്ട് അവർ ചെയ്യാറ് ചില പ്രോഗ്രാമുകൾ മാത്രം ഓപ്പൺ ആക്കുള്ളൂ. ഇതിൽ തന്നെ ചിലപ്പോൾ ഈ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം പോലത്തെ പ്രോഗ്രാം മാത്രമായിരിക്കും അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. പിന്നെ കാര്യമായിട്ട് ഇവിടുത്തെ സ്കോളർഷിപ്പ് കവർ ചെയ്യണത് നമ്മൾ അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക്, മന്ത്ലി സ്റ്റേറ്റ്മെന്റ് 500 ഏരിയ, പിന്നെ സ്റ്റുഡന്റ് ഹൗസിംഗ് 2 സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരു റൂം, പിന്നെ വർഷത്തിലുള്ള റൗണ്ട് ട്രിപ്പ് എയർ ടിക്കറ്റ്, പിന്നെ ഖത്തർ ID. ഇതൊക്കെയാണ് യൂണിവേഴ്സിറ്റിന്റെ സ്പോൺസർഷിപ്പിലായിട്ടുള്ള ഖത്തർ ID. ഇത്തരം കാര്യങ്ങളാണ് കാര്യമായിട്ട് അവർ ഓഫർ ചെയ്യണത്. അപ്പം ഇതാണ് കാര്യമായിട്ട് എന്താ ഇവിടെ ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ പ്രദീപിന് ഇതില് വേറെ ഒന്നുകൂടി നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്, ഖത്തർ ഫൗണ്ടേഷൻ ഒന്നുകൂടി ഫോക്കസ് ചെയ്തിട്ടില്ല. ഒരു ജസ്റ്റ് മിനിറ്റ് ഞാനത് ഇങ്ങനെ ഓപ്പൺ ആക്കാം. ഇത് കാണുന്നുണ്ടോ? ഇല്ലല്ലോ.